ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും അതുപോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് സർക്യൂട്ടുകളും ലേഔട്ടുകളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ബേസിക് കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ വോൾട്ടേജ്, കറണ്ട് ഇങ്ങനെയുള്ള തിയററ്റിക്കൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രാക്ടിക്കലി എങ്ങനെയാണ് വയർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ലേഔട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള തിയറികളൊന്നും പഠിക്കാതെ തന്നെ എങ്ങനെയാണ് ഒരു വയറിങ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ഓവറോൾ രൂപം കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തിരിച്ച് നമ്മുടെ കണ്ടൻറ്റിലേക്ക് മടങ്ങി വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബേസിക്കിൽ നിന്ന് നമ്മുടെ ഈ വോൾട്ടേജും കറണ്ടും ഒക്കെ ഒഴിവാക്കിയിട്ട് പ്രാക്ടിക്കലായിട്ട് ഈ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള ഒരു പ്രധാന ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്വിച്ച് എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. സ്വിച്ച് എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ് വൈദ്യുതിയെ നിയന്ത്രിക്കാൻ, അതായത് വൈദ്യുതി ഓൺ ആക്കണോ ഓഫ് ആക്കണോ കടത്തി വിടണോ വേണ്ടയോ എന്നിങ്ങനെ തീരുമാനിക്കുന്ന, വൈദ്യുതിയെ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. പലതരം സ്വിച്ചുകളും നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ, നമ്മുടെ ഇലക്ട്രിക്കൽ വീട്ടിലേക്ക് വയറിങ്ങിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഏറ്റവും ബേസിക് കാര്യങ്ങളായതുകൊണ്ട് തന്നെ വീടുകളിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടുകൾ, ഇനിയിപ്പോൾ അങ്ങോട്ടും ഞാൻ വീടിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് എന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് 3 തരം സ്വിച്ചാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ വൺ വേ സ്വിച്ച്. നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന വീട്ടുകളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഓൺ അല്ലെങ്കിൽ ഓഫ്, നമ്മൾ നോർമലായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വൺ വേ സ്വിച്ച്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒന്നാണ് 2 വേ സ്വിച്ച് എന്ന് പറയുന്നത്. 2 വേ സ്വിച്ച് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. മൂന്നാമത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു സ്വിച്ചാണ് ഡബിൾ പോൾ സ്വിച്ച് അഥവാ DP സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സ്വിച്ചുകളെ പറ്റി നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. ഈ 3 സ്വിച്ചുകളും എന്താണ്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും ഏതൊക്കെ സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നുവെന്നും അതുപോലെ തന്നെ ഇതൊക്കെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം എന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മുടെ വൺ വേ സ്വിച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വൈദ്യുതിയെ നിയന്ത്രിക്കാൻ ഓൺ അല്ലെങ്കിൽ ഓഫ്, അതായത് 2 സ്റ്റേജ് മാത്രമേ ഉള്ളൂ, ഓൺ അല്ലെങ്കിൽ ഓഫ്. ഈ നമ്മുടെ വൺ വേ സ്വിച്ചിന് പ്രധാനമായിട്ടുള്ളത് 2 ടെർമിനൽസ് ആണ്. ഒരു ടെർമിനലിൽ നമ്മൾ വൈദ്യുതി കൊടുക്കും, മറ്റേ ടെർമിനലിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതായത് ഓൺ അല്ലെങ്കിൽ ഓഫ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചും കൂടിയാണ് ഈ വൺ വേ സ്വിച്ച് എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്വിച്ചാണ് നമ്മുടെ 2 വേ സ്വിച്ച് എന്ന് പറയുന്നത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പം വൺ വേ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു ഉപകരണത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് എന്നുള്ള സ്റ്റേജിനാണ്. എന്നാൽ 2 വേ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു ഉപകരണത്തെ 2 ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ 2 നിന്ന് ഒരു ഉപകരണത്തിനെ 2 സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ, 2ഓ അതിൽ കൂടുതലോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ചാണ് നമ്മുടെ 2 വേ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എങ്കിലും ഞാൻ മുൻപോട്ട് വരുമ്പോഴത്തേന് നമ്മുടെ ഡയഗ്രാം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് മാറും എന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുമില്ല, വൺ വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണത്തിനെ ഒരു സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക. എന്നാൽ 2 വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണത്തിനെ 2ഓ അതിൽ കൂടുതലോ സ്വിച്ചുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നതിനാണ് 2 വേ സ്വിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 വേ സ്വിച്ചിന് പ്രധാനമായിട്ടും നമുക്ക് 3 ടെർമിനൽസ് ആണുള്ളത്. പിന്നെ ഏറ്റവും വൺ വേ സ്വിച്ചിൽ നിന്ന് 2 വേ സ്വിച്ചിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് വൺ വേ സ്വിച്ചിന് ഓൺ അല്ലെങ്കിൽ ഓഫ് എന്നീ സ്റ്റേജ് ഉണ്ട് എന്ന്. എന്നാൽ 2 വേ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഓഫ് എന്നൊരു സ്റ്റേജ് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് 2 വേ സ്വിച്ചിൻ്റെ 3 ടെർമിനലിൽ ഏതെങ്കിലും ഒരു ടെർമിനലിൽ എപ്പോഴും വൈദ്യുതി കാണും, ഏതെങ്കിലും 2 ടെർമിനലിൽ എപ്പോഴും വൈദ്യുതി പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് വൺ വേ സ്വിച്ചിൽ നിന്ന് 2 വേ സ്വിച്ചിലേക്ക് വരാൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് നമ്മുടെ ഡബിൾ പോൾ സ്വിച്ച് എന്ന് പറയുന്നത്. ഈ സ്വിച്ചുകളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഫേസ് ടെർമിനലിലാണ്. അപ്പോൾ ഫേസ് ടെർമിനലിൽ എന്തുകൊണ്ട് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫേസ് ടെർമിനലാണ് എപ്പോഴും നമ്മുടെ വൈദ്യുതി പ്രസൻ്റ് ആയിട്ടുള്ളത്, അതായത് 230 വോൾട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും ഫേസ് വയറിലാണ്, അതായത് ലൈവ് വയറിലാണ്. എന്നാൽ ന്യൂട്രൽ വയർ എന്ന് പറയുന്നത് അതിൻ്റെ റിട്ടേൺ പാത്താണ്, അത് 0 വോൾട്ടേജ് ആണ്. അവിടെ ഒരിക്കലും നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യില്ല. എന്നാൽ ചില ഡിവൈസുകൾ, ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ബൾബ്, ഫാന് എന്നിവയിലൊക്കെ നമുക്ക് ഫേസിൽ കൊണ്ടുപോയി ഫേസിൽ കൊണ്ടുപോയി നമുക്ക് സ്വിച്ച് കണക്ട് ചെയ്താൽ മതി. എന്നാൽ നമ്മളുടെ ചില ഡിവൈസുകളായിട്ടുള്ള AC, ഗീസർ എന്നിവയെ പോലുള്ളവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും, അതായത് നമ്മുടെ ഫേസും ന്യൂട്രലും കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള
ഉപകാരത്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡബിൾ പോൾ സ്വിച്ച് ഉപയോഗിക്കുന്നത്. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫേസും ന്യൂട്രലും നമ്മൾ സെപ്പറേറ്റ് ഒരു സ്വിച്ചിലൂടെ കയറ്റിയായിരിക്കും നമ്മളുടെ ഒരു ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപകരണത്തിലേക്ക് കൊടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് കൂടുതലായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നതിനെ പറ്റിയുള്ളത് ഞാൻ അത് നമ്മൾ ഈ ഡയഗ്രാം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. 1 വേ സ്വിച്ച് ഉണ്ട്, 2 വേ സ്വിച്ച് ഉണ്ട്, ഡബിൾ പോൾ സ്വിച്ച് ഉണ്ട്. ഇത് മൂന്നുമാണ് നമ്മൾ പ്രധാനമായും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത്. ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഏതെല്ലാം സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു എന്നും ആണ് നമുക്ക് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ബേസിക് സ്വിച്ച് ഉപയോഗിച്ചുള്ള ബേസിക് ആയിട്ടുള്ള സർക്യൂട്ടുകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഒരു ലൈറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫേസ് ഉണ്ട്, ന്യൂട്രലുണ്ട്. അപ്പോൾ ഈ ഫേസും ന്യൂട്രലും വെച്ച് ഈ ലൈറ്റിനെ കത്തിക്കുക, പിന്നെ ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് അതിനെ നിയന്ത്രിക്കുക. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ സ്വിച്ചിന്റെ താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ ഫേസിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം സ്വിച്ചിന്റെ മോൾ ഭാഗത്ത് നിന്ന് നമ്മുടെ ലൈറ്റിന്റെ ഒരു എൻഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ന്യൂട്രൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ 1 വേ സ്വിച്ച് ഉപയോഗിച്ചുള്ള ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഫേസിൽ നിന്ന് വന്ന് നമ്മളുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫേസിൽ നിന്ന് സപ്ലൈ വന്ന് സ്വിച്ചിലൂടെ കയറി നമ്മളുടെ ലൈറ്റിലൂടെ കയറി തിരിച്ച് നമ്മളുടെ ന്യൂട്രൽ എത്തുന്നു. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഏതൊരു സിസ്റ്റം ആയിക്കോട്ടെ, ഏതൊരു ഇലക്ട്രിക്കൽ സിസ്റ്റം ആണെങ്കിൽ പോലും ഇതാണ് എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു ലേഔട്ട് എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കും നമ്മൾ വയർ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സുകൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇത് തന്നെയാണ് എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ 1 വേ സ്വിച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മളുടെ 2 വേ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2 വേ സ്വിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ പറയുകയുണ്ടായിരുന്നു. 2 വേ സ്വിച്ചിന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് നമ്മുടെ ഒരു ഉപകരണത്തിനെ 2 സ്വിച്ച്, അതായത് രണ്ടിടത്ത് നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ രണ്ടിടത്ത് നിന്ന് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് 2 വേ സ്വിച്ചിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 2 വേ സ്വിച്ച് ഉണ്ട്, ഒരു ലൈറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ഫേസും ന്യൂട്രലും ഉണ്ട്. ഫേസിലേക്കുള്ള വയർ നമ്മളുടെ ഫസ്റ്റ് സ്വിച്ചിന്റെ താഴ്ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്വിച്ചിൽ നിന്ന് സെക്കൻഡ് സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നു. പിന്നീട് നമ്മുടെ സെക്കൻഡ് സ്വിച്ചിൽ നിന്ന് നമ്മുടെ ലൈറ്റിൽ നിന്ന് ന്യൂട്രലിലേക്ക് പോകുന്നു. പിന്നെ ബാലൻസ് ഉള്ള ഈ 2 സ്വിച്ചുകളും തമ്മിൽ ലൂപ്പ് ചെയ്യുന്നു. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 2 വേ കൺട്രോളിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെയർ കേസ് വയറിങ്ങിനെ ഒക്കെയാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റി നോക്കാം. അതായത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫേസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുക. നമുക്ക് ഈ ഒരു സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഓഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഇല്ല. ഓൺ ഏതെങ്കിലും ഒരു ടെർമിനൽ, ഏതെങ്കിലും ഒരു 2 ടെർമിനൽ എപ്പോഴും സപ്ലൈ പ്രസന്റ് ആയിരിക്കും. ഇതിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ 1 വേ സ്വിച്ചിന്റെ കേസിൽ പറയുന്നത് പോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓഫ് സ്റ്റേജിലാണ്. എന്നാൽ ഈ 2 നമ്മളുടെ ടെർമിനൽസ് തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എത്തുന്ന സപ്ലൈ ഇങ്ങനെ വന്ന് ഈ ഒരു ലൈനിലൂടെ ഈ ഒരു സപ്ലൈ കൂടെ വന്ന് ഇവിടെ വന്ന് പിന്നെ നോക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുകളുമായിട്ടാണ് സപ്ലൈ കണക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് സപ്ലൈ വരില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് കത്തുകയുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ 2 സ്വിച്ചുകളും തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്വിച്ചിനെ ഓൺ പൊസിഷൻ, അതായത് താഴത്തെ പൊസിഷനിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെർമിനൽ, അതായത് നടുക്കത്തെ ടെർമിനലും ഇതും തമ്മിൽ കണക്ഷൻ ആകുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ സപ്ലൈ വന്ന് നേരെ നമ്മുടെ സെക്കൻഡ് സ്വിച്ചിൽ എത്തുന്നു. സെക്കൻഡ് സ്വിച്ച് നോക്കുകയാണെങ്കിൽ ഇത് തമ്മിലാണ് കണക്ഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നേരെ സപ്ലൈ നേരെ നമ്മുടെ ലൈറ്റിൽ എത്തുന്നു. ലൈറ്റിൽ നിന്ന് നേരെ നമ്മുടെ ന്യൂട്രലിലേക്ക് പോകുന്നു. അതിനുശേഷം ലൈറ്റ് കത്തുന്നു. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് ഈ ഒരു സ്വിച്ച് ഓഫ് ആക്കുകയും ഈ ഒരു സ്വിച്ച് ഓൺ പൊസിഷനിലേക്ക് മാറ്റുകയും ഈ ഒരു സ്വിച്ച് ഓഫ് പൊസിഷൻ തന്നെ തുടരുമ്പോഴും ഈ ലൈറ്റ് കത്തും. ഇനി നമുക്ക് ഇതിനെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇത് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ താഴേക്ക്, അതായത് ഈ ഒരു സ്വിച്ചിനെ നമ്മൾ താഴത്തെ പൊസിഷനിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഫേസ് വരുന്നു, ഇത് തമ്മിലാണ് കണക്ഷൻ. അതുകൊണ്ട് തന്നെ നേരെ ഇതിലേക്കൂടെ സപ്ലൈ വന്ന് നേരെ നമ്മുടെ ഇവിടെ എത്തുന്നു. അപ്പോൾ ഇത് ഈ ഒരു സ്വിച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ടെർമിനൽ, താഴത്തെ 2 ടെർമിനൽ തമ്മിലാണ് കണക്ഷൻ. അതുകൊണ്ട് ഇവിടെ വരെ വന്ന് നിൽക്കുന്നതല്ലാതെ നമ്മുടെ ഈ ഒരു ലൈറ്റിലേക്ക് സപ്ലൈ പോവുകയില്ല, ഈ ലൈറ്റ് കത്തുകയുമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഒരു 2 വേ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ലൈറ്റിനെ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ഷൻ കൊടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ 1 വേ സ്വിച്ച് ഉപയോഗിച്ചുള്ള കണക്ഷൻ എന്നും അതുപോലെ തന്നെ 2 വേ സ്വിച്ച് ഉപയോഗിച്ചുള്ള കണക്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള കണക്ഷനുകളെ പറ്റി നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. അതായത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു
പ്രാക്ടിക്കലായിട്ട് ലൈറ്റ് എല്ലാം വെച്ച് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വൺ വേ സ്വിച്ച് കണക്ട് ചെയ്യുന്നതും എങ്ങനെയാണ് ടു വേ സ്വിച്ച് കണക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത്തരത്തിൽ ഈ സ്വിച്ച് ഉപയോഗിച്ച് നമുക്കൊരു വീട്ടിലെ ഒരു സ്വിച്ച് ബോർഡ് എങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റി നോക്കാം. അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നമുക്ക് 3 ലൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഒരു ഫാനും ഉണ്ട്. ഇത് എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് ഈ 3 സ്വിച്ച് ഉപയോഗിച്ചാണ്. അതായത് ഈ 2 ലൈറ്റുകൾ എന്ന് പറയുന്നത് ഒറ്റ സ്വിച്ച് ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ 3 സ്വിച്ച് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ കൊടുക്കുന്നത്? ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫേസ് സപ്ലൈ വരുന്നു, നേരെ നമ്മുടെ സ്വിച്ചിന്റെ താഴ്ഭാഗത്ത് എത്തുന്നു. ഈ സപ്ലൈ തന്നെ നമ്മൾ ഈ 3 സ്വിച്ചിലേക്ക് ലൂപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഈ ഒരു ലൈൻ കൊണ്ട് നിങ്ങൾ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒറ്റ സപ്ലൈ തന്നെയാണ് ഈ 3 സ്വിച്ചിലും എത്തിയിരിക്കുന്നത്. ഇനി ഫസ്റ്റ് സ്വിച്ചിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ട സർക്യൂട്ടിൽ പോലെ തന്നെ ഒരു സപ്ലൈ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ലൈറ്റിന്റെ ഒരു എൻഡിലേക്ക് കൊടുക്കുന്നു. ആ ലൈറ്റിന്റെ അടുത്ത എൻഡ് എന്ന് പറയുന്നത് ന്യൂട്രൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റിനെ ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഈ 2 ലൈറ്റിനെയും ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നോർമലി ആയിട്ടുള്ള നമ്മളുടെ ഫേസ് സപ്ലൈ ഈ ഒരു ലൈറ്റിന് താഴ്ഭാഗത്ത് എത്തി നിൽക്കുകയാണ്. ഇനി അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ നിന്ന് ഒരു സപ്ലൈ എടുത്ത് നേരെ നമ്മുടെ ഒരു ലൈറ്റിന്റെ ഒരു എൻഡിൽ കൊടുക്കുന്നു. അതേ സപ്ലൈ തന്നെ ഇവിടുന്ന് ലൂപ്പ് ചെയ്ത് അടുത്ത സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം അതിന്റെ അടുത്ത ടെർമിനൽ, അതായത് ന്യൂട്രൽ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഇവിടെ ലൂപ്പ് ചെയ്ത് നേരെ നമ്മുടെ മെയിൻ ന്യൂട്രലുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു 2 ലൈറ്റിനെ നമുക്ക് ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈറ്റ് സെപ്പറേറ്റ് ഈ ഒരു സ്വിച്ചിന്റെ കൺട്രോളിലാകും, ഈ 2 ലൈറ്റ് സെപ്പറേറ്റ് ഈ ഒരു സ്വിച്ചിന്റെ കൺട്രോളിലാകും. ഇനി അടുത്തത് ഫാനിന്റെ കണക്ഷനാണ്. ഫാനിന്റെ കണക്ഷനും നമ്മൾ നോർമൽ ലൈറ്റിന് കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു സ്വിച്ചിന്റെ മോൾ ഭാഗത്ത് നിന്ന് താഴെ ഭാഗത്ത് വരെ നമ്മുടെ സപ്ലൈ എത്തി നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ മോൾ ഭാഗത്ത് നിന്ന് നേരെ നമ്മുടെ കണക്ഷൻ എടുത്തുകൊണ്ട് വന്ന് ഫാനിന്റെ ഒരു എൻഡ് കണക്ട് ചെയ്യുന്നു. അടുത്ത എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഒരു വീട്ടിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡിനകം നിങ്ങൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് എല്ലാ വയറിങ്ങും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് എന്ന് പറയുന്നത് ഈ ഫാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായും ഒരു റെഗുലേറ്ററും കൊടുക്കും. അതുപോലെ തന്നെ ഫാൻ നമ്മൾ പ്രധാനമായും കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ 2 വേ സ്വിച്ച് ഉപയോഗിച്ചാണ്. അതായത് നമ്മുടെ ബെഡ് സൈഡിലുള്ള ഒരു സ്വിച്ചും അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ വാതിലിന്റെ സൈഡിലുള്ള ഒരു വാൾ മൗണ്ട് വാതിലിന്റെ സൈഡിലുള്ള ആ ഒരു സ്വിച്ചും വെച്ചിട്ടായിരിക്കും ഫാനിനെ പ്രധാനമായും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള അടുത്ത ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായത് ഈ ഒരു ഫാനിന്റെ റെഗുലേറ്ററും 2 വേ കൺട്രോളും കൂടെ വെച്ച് ഈ ഒരു സർക്യൂട്ടിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും ഈ വീഡിയോയുടെ ലെങ്ത് പരമാവധി കൂട്ടുകയും ഇത് കൂടുതലായിട്ട് കോംപ്ലക്സ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൊണ്ട് നമ്മൾ നിർത്തുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ 1 വേ സ്വിച്ചും 2 വേ സ്വിച്ചും ഉപയോഗിക്കുന്നതെന്നും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബേസിക് സർക്യൂട്ടുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് സ്വിച്ചുകൾ എന്നും ഏതെല്ലാം തരം സ്വിച്ചുകൾ ഉണ്ടെന്നും അത് എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്നും അതുപോലെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല. അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്തും കൂടും, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലും നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളെ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം.